എല്ലാവർക്കും നമസ്കാരം. സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ വരുന്ന മദ്രാസ് ഫെർട്ടിലൈസേഴ്സിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് ധാരാളം പോസ്റ്റുകളുണ്ട്, ധാരാളം വേക്കൻസി ഉണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും വേക്കൻസിയും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ആണ്. 24,500 ബേസ് സാലറി. 28 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി മെക്കാനിക്കലാണ്. 24,500 ബേസ് സാലറി. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ഇലക്ട്രിക്കലാണ് അടുത്ത പോസ്റ്റ്. 24,500 ബേസ് സാലറി. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ഇൻസ്ട്രുമെന്റേഷൻ ആണ്. 24,500 ബേസ് സാലറി. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ റിഗർ ആണ്. 21,500 ബേസ് സാലറി. OBC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് 3 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത ടെക്നീഷ്യൻ വെൽഡർ ആണ്. 21,500 ബേസ് സാലറി. SC കാൻഡിഡേറ്റ്സിനും അണ്ടർ SC കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഫുൾ ടൈം ITI പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. ജൂനിയർ സെക്രട്ടറി കം അസിസ്റ്റന്റ് ആണ് അടുത്ത പോസ്റ്റ്. 22,500 ബേസ് സാലറി. അണ്ടർ SC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഫുൾ ടൈം ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവറൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സ് 3 വർഷത്തെ വയസ്സുള്ളവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ വയസ്സുള്ളവും ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 5 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്